MJ ബാഗ്സ് തിരുവല്ല എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജൂട്ട് തുണി കൊണ്ടുള്ള ഒരു ലേഡീസ് ബാഗ് എങ്ങനെ തയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ലൈനിങ് പീസ് ഇങ്ങനെ വയ്ക്കുക, അതിന് പുറത്ത് സിബ് മുറിച്ചത് വെക്കുക. അതിൻ്റെ വീതി കറക്റ്റ് കണക്ക് കൂട്ടിക്കൊണ്ട് അതിൻ്റെ പുറത്തോട്ട് പിടിപ്പിക്കുക. ഒരുപോലെ പിടിച്ച് നമ്മൾ തയ്ക്കുക. അങ്ങനെ ആ പീസ് തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊന്നിട്ട് നോക്കണം അങ്ങനെയുണ്ട്. സിബിൻ്റെ ആ ഒരു പൊസിഷൻ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മളിട്ട് നോക്കണം. അടിയിലൊരു ലൈനിങ് പീസ് വെച്ച് നമ്മൾ തയ്ക്കുകയാണ്. അങ്ങനെ ഇതിപ്പം ഒരു ബാഗിൻ്റെ ഫ്രണ്ട് പീസായി. നമ്മളിവിടെ 2 റൗണ്ടൊക്കെ വരുന്നുണ്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമ്മൾ സിബ് വരുന്നത് ഈ ലെവലിൽ വരുന്നത്. അപ്പം നമ്മൾ എവിടെ നിന്ന് നമ്മൾ ഈ ഉറയ്ക്ക് റണ്ണറിട്ടോ ആ വശത്ത് തന്നെ നമ്മളിത് റണ്ണറിടണം. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്നാണ് റണ്ണർ ശ്രദ്ധിച്ചോണം. നമ്മൾ ഏതെങ്കിലും ഒരു ഉറയ്ക്ക് ഒരു പോക്കറ്റ് ഉറ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ഉറ നമ്മൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ആ സിബ് കയറ്റിയേക്കുന്നത് റണ്ണർ അപ്പോൾ ആ വശത്ത് തന്നെ ഇത് കയറണം. എങ്കിലേ അത് കാണാൻ ഭംഗി ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് തയ്ച്ച് വരുമ്പോൾ. അപ്പം അടുത്ത നമ്മൾ ചില്ലറയൊക്കെ ഇടുന്ന ഒരു ഉറയുണ്ട് ബാഗിനകത്ത്, അതാണ്. നമ്മളാണ് കയറ്റിങ് ഇടുക. ബാഗിൻ്റെ ബെൽറ്റ് 2 ബെൽറ്റാണ് ബാഗിന് വരുന്നത്. ആ ബെൽറ്റ് എങ്ങനെ തയ്ക്കുന്ന നോക്കാം. ഇത് 3.5 ഇഞ്ച് പീസാണ്, 3.5 ഇഞ്ച്. അത് നമ്മളിങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, മടക്കിയിട്ട് ഒരുപോലെ വെച്ചുകൊണ്ട് 1/2 ഇഞ്ച് മടക്കിയാൽ മതി. ഒരുപോലെ എടുത്തുകൊണ്ട് തയ്ക്കുക. അരയിഞ്ച് ഇവിടെ നിന്ന് മടക്കുക, 1/2 ഇഞ്ച് ഈ സൈഡിൽ നിന്ന് മടക്കുക. ഇതുപോലെ വെച്ച് തയ്ക്കുക. നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വശത്ത് വീണ്ടും ഇങ്ങോട്ട് തയ്ക്കുക. അതേ അളവിൽ തന്നെ തയ്ക്കണം, വ്യക്തിയായിരിക്കണം. ഇതുപോലെ ഈ ബെൽറ്റ് നമുക്ക് തയ്ക്കണം. നമ്മുടെ ബാഗിൻ്റെ ബെൽറ്റ് രണ്ടും നമ്മൾ അടിച്ച് പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മുടെ ഓറ ചെയ്യാൻ പോകണം. പോക്കറ്റ് നമ്മൾ ഇതുപോലെ അതിൻ്റെ മോൾ ഭാഗത്ത് 2 സൈഡ് നമ്മൾ
ഷേപ്പിൽ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. പടിവശത്ത് സ്ക്വയർ ടൈപ്പാണ്. ഇതുപോലെ ഒരുപോലെ വെച്ചിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്റർ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് പീസ് പിടിപ്പിക്കുമ്പോൾ സെൻറ്റർ ടു സെൻറ്ററാണ് സൈഡ് പീസ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതുപോലെ ഈ സിൽബ് പീസ് ഇപ്പം നമ്മളെടുത്തു, അതിൻ്റെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇതുപോലെ എടുത്തുകൊണ്ട് അപ്പുറം ഈ പീസ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. ഈ അടിപ്പീസ് വരുന്നത് ഇത് അതുപോലെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയോടെ നമ്മളിതിൻ്റെ ഇതുപോലെ നമ്മൾ പീസ് വെക്കുക. ഇതുപോലെ പീസ് വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളതിൻ്റെ സൈഡ് പീസ് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളം നോക്കുക. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് അപ്പം 6.1 6.1 ആകുമ്പോൾ അപ്പുറത്തും 6.1 13.4 വരും. ഈ 13.4 നമ്മളിവിടെ ഓൾറെഡി 6.1 നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ 6.1 മാർക്ക് ചെയ്യുക. നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കൊരു 1/2 ഇഞ്ച് തികച്ചു മതി. ഈ മടക്ക് പീസ് 1/2 ഇഞ്ച് തികച്ചു മതി. അപ്പോൾ അത് കണക്ക് കൂട്ടി നമ്മൾ ഇത് തയ്ക്കാവുള്ളൂ. അതുപോലെ എടുത്തുകൊണ്ട് അരയിഞ്ച് കണക്ക് കൂട്ടിക്കൊണ്ട് അതേ വെക്കുക. അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ വരും. ഇത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് തയ്ക്കുക. ഇത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ എപ്പോഴും ഈ സിബിൻ്റെ ഭാഗം അകത്ത് വേണം. അത് ആ സെൻറ്ററുമായിട്ട് ഒരുപോലെ വെച്ചുകൊണ്ട് നമ്മൾ ആ വായ തയ്ച്ച് വരുന്ന വഴിക്ക് നമ്മളെടുത്ത സെൻറ്റർ ഒരുപോലെ ആ സെൻറ്റർ ഈ സെൻറ്റർ നമ്മുടെ ഈ പീസയുടെ സെൻറ്റർ ഇതേ വരുന്ന മെയിൻ പീസ് സെൻറ്റർ ഒരുപോലെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ബായി കൃത്യമായിട്ട് തയ്ച്ച് നമുക്ക് ഈ പീസ് ഇത് കൃത്യമായിട്ട് ചേർത്ത് പിടിപ്പിക്കാനൊക്കെ പറ്റും. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ അവിടെ തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് നോക്കണം എങ്ങനെയുണ്ട്, തയ്യലിൻ്റെ ഫിനിഷിങ് എങ്ങനെയുണ്ട്, ഇവിടെയും കയറാനുണ്ട്, ഇവിടെയും ചെയ്യാനുണ്ട് നോക്കണം. ഉണ്ടോ? ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതുപോലെ ചേർത്ത് തയ്ക്കും. അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്കൊന്നും ഇതിന് ബലം കിട്ടും. ഇത് മടക്കി അടിച്ചിട്ട് നമുക്ക് കുറേ മെയിൻ പീസിനകത്തോട്ട് നമ്മൾ ഈ ഉറപ്പീസ് വെച്ച് തയ്ക്കാൻ സാധിക്കത്തുള്ളൂ.
ഉറപ്പീസ് അങ്ങനെ ഇടുന്നുണ്ട്. നമ്മൾ മെയിൻ പീസ് എടുക്കുക. മെയിൻ പീസ് എടുത്തിട്ട് നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. എടുത്തിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് സെൻറ്റർ കറക്റ്റ് പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് കയറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ സെൻറ്ററും ആ സെൻറ്ററും ഒരുപോലെ ആക്കുക. ഈ സെൻറ്റർ നമുക്കറിയാം ഇതാ സെൻറ്റർ. ആ സെൻറ്റർ ഈ സെൻറ്റർ ഒരുപോലെ വെച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുക. നമ്മൾ 2 പ്രാവശ്യം കടിച്ചാണ് പിടിച്ച് നിർത്തുക. നൂല് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ചേർത്ത് കട്ട് ചെയ്യണം. നൂല് തന്നെ ചെയ്യണം. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഉറപ്പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഉറപ്പീസ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഈ 2 വശവും നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഈ വശം ചെയ്യണം, ഈ വശം 4 വശവും സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടിഭാഗം ഇത് മാറിപ്പോയത് അടിഭാഗം നമ്മൾ എടുത്തുകൊണ്ട് നോക്കണം എത്ര വീതിയുണ്ട്. 8 ഇഞ്ചുണ്ട്. അപ്പോൾ 8 ഇഞ്ച് ഇടം വരെ ഉണ്ടെന്ന് നോക്കണം. ഈ സെൻറ്റർ 8, 10 നോക്കണം. നോക്കുക കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ വെച്ച് തയ്ക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ആകട്ടെ തന്നെ ഇവിടെ ആകട്ടെ. ആ സെൻറ്റർ കറക്റ്റ് വെച്ചുകൊണ്ട് ഇപ്പം അതിൻ്റെ ഏകദേശ പണി ആയിരിക്കുകയാണ്. നമുക്കിതിനൊന്ന് തിരിച്ചിടാം. അപ്പം അങ്ങനെ ബാഗിൻ്റെ ഏകദേശ പണി ആയിരിക്കുകയാണ്. ഇതാണ് ബാഗിൻ്റെ മോഡൽ. എന്നിട്ട് മുമ്പേ തയ്ച്ച പോലെ തന്നെ
ഇത് തിരിച്ചിങ്ങനെ മണക്കുക. മുമ്പ് അങ്ങോട്ട് മണിക്കുമ്പോൾ ഇത് ഇങ്ങനെ മണിക്കുക. ഇങ്ങനെ മണിക്കൊണ്ട് പുറന്തയിൽ വയ്ക്കുക. നമ്മൾ കഴിച്ചു. ഇനി അടുത്ത ചെയ്യാനുള്ളത് അടുത്ത നൈവേദ്യം എടുക്കുക. അത് ഇവിടെയായിട്ട് ഇത്ര സൈഡിൽ സിമ്പ് അതിൻ്റെ പുറത്തിൽ വെച്ച് കഴിക്കും. മറ്റേ അതുപോലെ എടുത്തിട്ട് അതും തൊട്ടപ്പുറത്ത് ഡൈനിങ് ക്ലോത്ത് വെക്കുക. അതിലേക്കിത് തയ്ച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് റണ്ണർ കയറ്റിയിടാം. നമുക്ക് കാണാൻ കയറ്റാനുള്ള സൗകര്യമുള്ള ഭാഗം നമുക്ക് കയറ്റിയിടുക. നമുക്കതിനകത്ത് പോക്കറ്റ് ഇറങ്ങുന്നുണ്ട്. ആ പോക്കറ്റ് ഇറങ്ങുന്നത് ഇട്ടിരിക്കുന്നു. ഇതാണ് ബാഗിനകത്ത് വരുന്ന പറ. ആദ്യം ഈ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇതിനോട് ചേർത്ത് നമ്മൾ ഒരുപോലെ പിടിച്ചുകൊണ്ട് ഇത് വയ്ക്കണം. ഇങ്ങനെ ചില്ലറയിലാണ് പേഴ്സും റെഡിയായി. അപ്പോൾ ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. 15 ഇഞ്ച്. 15 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെ പകുതി 8.5 ഇഞ്ച്. ഇവിടെ അതുപോലെ ഇവിടെ മുതൽ ഇവിടം വരെ എത്ര വീതി ഉണ്ടെന്ന് നോക്കുക. ഈ എഡ്ജ് തൊട്ട് ഇവിടം വരെ 8 ഇഞ്ച്. അപ്പോൾ ആ 8 ഇഞ്ച് കണക്ക് കൂടി നമ്മൾ ഇവിടെ വരയ്ക്കുക. ഇവിടെ 8 ഇഞ്ച്, അവിടെ 8 ഇഞ്ച്, ഇവിടെ 8 ഇഞ്ച്. 8 ഇഞ്ച് കുറയാനും പാടില്ല. കുറഞ്ഞാലും ചുരുങ്ങാൻ പറ്റും, കൂടിയാലും ചുരുങ്ങാൻ പറ്റും. അത് കൃത്യ അളവ് നമ്മൾ എടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ വെച്ച് നോക്കണം. വീണ്ടും അത് ഇങ്ങോട്ട് തിരിച്ചിട്ട് നോക്കാം. നോക്കണം. നാല് 9
4 അങ്ങോട്ടും 4 ഇങ്ങോട്ടും 9. ആ സെൻറ്റർ നമ്മൾ കറക്റ്റാക്കി പിടിക്കുക. ഈ സെൻറ്റർ ആ സെൻറ്റർ ഒരുപോലെ ആയിരിക്കണം. ഒരുപോലെ എടുത്തുകൊണ്ട് ബായി പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്ച്ച ജൂട്ട് ബാഗ്. വളരെ സിമ്പിളായ മോഡലാണ്. ഇതേ തുണി കൊണ്ട് നമുക്ക് പല രീതിയിലും ബാഗുകൾ തയ്ക്കാൻ സാധിക്കും. ഇത് ഫ്രണ്ട് പോക്കറ്റുള്ള ഒരു ലേഡീസ് ബാഗാണ്.